സർ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് കുറച്ച് കാലമായിട്ട് പ്രസംഗമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമോ ഒന്നും തന്നെ കാണുന്നില്ല. ഏറ്റവും ഒടുവിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ നടന്നു. പക്ഷേ അവിടെയും ഈ പറയുന്ന ഷീ ജിൻ പിങ്ങിനെ കാണുന്നില്ല. ഇപ്പോൾ വലിയ അഭ്യൂഹം ഷീ ജിൻ പിങ് മാറാൻ പോവുകയാണ്. ഒരു വ്യാഴവട്ടക്കാലം ചൈനയെ ഭരണത്തിൽ വെച്ച് നയിച്ച് വലിയൊരു സാമ്പത്തിക ശക്തിയാക്കിയ നേതാവാണ്. ഇപ്പോൾ എവിടെയാണ് ഈ ഷീ? ഈ ബ്രിക്സ് ഉച്ചകോടിയാണ് ഈ റിയോ ഡി ജനീറോയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നത്. അതെ, ബ്രസീലിന്റെ തലസ്ഥാനമാണ്. ബ്രസീലിന് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നമ്മളുമായിട്ട് വലിയ സഹകരണമുണ്ട്. ഈ ബ്രിക്സിന്റെ ഈ കൊല്ലത്തെ പ്രസിഡന്റ് ബ്രസീൽ ആയിരുന്നു ഈ ഉച്ചകോടിയൊക്കെ നടക്കുമ്പോൾ. അപ്പോൾ ഈ ആദ്യത്തെ റിപ്പോർട്ടുകളൊക്കെ ഞാൻ വായിച്ചിരുന്നത് മോദിയുടെ പ്രഭാവം കാരണം, മോദിക്കിപ്പോൾ ആഗോള വേദിയിൽ നല്ല വിലയുണ്ടല്ലോ, അതുകൊണ്ട് ഒരു നാണം കൊണ്ടോ അസൂയ കൊണ്ടോ ഒക്കെ ഷീ ജിൻപിങ് മാറി നിന്നതാണ്. ഷീ ജിൻപിങ് പകരം പ്രധാനമന്ത്രി ലീ ക്യുയാങ്ങിനെയാണ് അയച്ചിരുന്നത്. ഇതുവരെ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലൊക്കെ ഷീ ജിൻപിങ് പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ തുടക്കം മുതൽ. കാരണം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും രാജ്യങ്ങളല്ലേ ഉള്ളൂ. ചൈനയും ഇന്ത്യയും റഷ്യയും ബ്രസീലും പിന്നെ സൗത്ത് ആഫ്രിക്കയും ചേർന്ന് തുടങ്ങിയതാണിത്. അപ്പോ അതിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ചൈന. ഷീ വരേണ്ടതുമാണ്. കാരണം പ്രധാനമായിട്ടും ബ്രിക്സിന്റെ ഒരു നായകത്വം ചൈനയ്ക്കും റഷ്യക്കുമാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. എന്നിട്ടാണ് അവിടെ വരാതിരുന്നത്. അപ്പോ പഹൽഗാം ആക്രമണത്തിനെ അപലപിക്കുന്ന പ്രമേയം കഴിഞ്ഞ ദിവസം ബ്രിക്സ് ഉച്ചകോടി പാസ്സാക്കുകയും ചെയ്തു. മറ്റേ ഷീ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുമായിരുന്നു എന്നൊക്കെ ഉള്ളത് സംശയമാണ് അല്ലേ? പാകിസ്ഥാനെതിരായ എന്ത് സംഗതിയും കയറി ചൈന വീറ്റോ ചെയ്ത് കളയുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ചൈനീസ് പ്രസിദ്ധീകരണങ്ങളിൽ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പീപ്പിൾസ് ഡെമോക്രസിയോ ഈ ഗ്ലോബൽ ടൈംസിലോ എല്ലാ ദിവസവും ഇയാൾ പറഞ്ഞ കാര്യങ്ങളാണ് വെണ്ടക്കയായിട്ട് വരുന്നത്. ഇയാളുടെ ചിത്രങ്ങൾ വരും. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ 2 വീഡിയോകളെ വന്നിട്ടുള്ളൂ. എന്നിട്ടാണ് ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുക്കാതിരുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ധാരാളമായിട്ട് അവിടെ ഉണ്ട്. കോവിഡിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. മുമ്പ് 13% 14% GDP വളർച്ച ഉണ്ടാവുമായിരുന്നു ഒരു കൊല്ലം. ഇപ്പൊ 2%, 2.5%, 3% എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഒന്നും വിറ്റ് പോകുന്നില്ല. ബാങ്കുകൾക്ക് പ്രതിസന്ധിയൊക്കെ ഉണ്ട്. പിന്നെ പാർട്ടിയിലും പട്ടാളത്തിലും ശുദ്ധീകരണം നടക്കുന്നു, അതുകൊണ്ട് വരാത്തതാണ് എന്ന് ഉള്ള ഒരു വേർഷൻ ഉണ്ട്. കുറച്ചുകൂടി വിശ്വാസ്യത അതിനാണ്. എന്താന്ന് വെച്ചാൽ, ഈ മുമ്പ് പ്രസിഡന്റ് ആയിരുന്ന ഹു ജിൻഡാവോ, ഇപ്പം 82 വയസ്സായി. ഹു ജിൻഡാവോയുടെ ചേരിക്ക് ഇപ്പോൾ പാർട്ടിയിൽ ശക്തി കൂടുന്നു എന്നുള്ളതാണ്. ഈ ഹു ജിൻഡാവോ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നവർക്കറിയാം. ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഷീ ഇങ്ങനെ ഇരിക്കുന്നു, അപ്പുറത്ത് ഹു ജിൻഡാവോ ഇരിക്കുന്നു. പെട്ടെന്ന് 2 സഖാക്കളോ അംഗരക്ഷകരോ വന്നിട്ട് ഹു ജിൻഡാവോയെ പിടിച്ചിറക്കി ബലമായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഹു ജിൻഡാവോ എതിർത്ത് നോക്കുന്നൊക്കെ ഉണ്ട്. ഇത്രയും പ്രായമായില്ലേ. അപ്പൊ പിന്നീട് എന്തോ കോവിഡ് വന്നിട്ടാണോ പനി വന്നിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പലതരം റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പ്രതിനിധിയായിട്ട് കൊണ്ടിരുത്തുമായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ആളുകൾ ആദ്യം ഷിയോട് ചെന്ന് എന്തോ ചോദിച്ചിട്ടാണ് ഹു ജിൻഡാവോയെ പിടിച്ച് മാറ്റുന്നത്. അപ്പൊ അന്ന് ഹു ജിൻഡാവോയെ ഒതുക്കിയെങ്കിലും ഇപ്പൊ ഹു ജിൻഡാവോ ഇടച്ചേരി ശക്തമാകുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ജൂൺ 4 മുതൽ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഒരു മാസമായില്ലേ, ആകെ 2 വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഈ അവിടുത്തെ പാർട്ടിയുടെ, അല്ലെങ്കിൽ അതെ പാർട്ടിയാണല്ലോ നടത്തുന്നത്, സർക്കാർ ഉടമയിലുള്ള മാധ്യമങ്ങളിൽ 2 വീഡിയോയെ വന്നിട്ടുള്ളൂ. ഇത് അസാധാരണമാണ്. ബ്രിക്സ് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി ലീ ക്യുയാങ്ങിനെ അയച്ചതും അസാധാരണമാണ്. ഈ 2 വീഡിയോ വന്നു എന്ന് പറയുന്നത്, ഒന്ന് ജൂൺ 24 സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിനെ കാണുമ്പോൾ അവർ ഒന്നിച്ചിരിക്കുന്ന വീഡിയോ. 2 ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണെ ജൂൺ 20 കാണുമ്പോൾ ഉള്ള ഇത്. പക്ഷേ
ഈ മറ്റേ ന്യൂസിലാൻഡിലെ മാധ്യമങ്ങളൊക്കെ കമന്റ് ചെയ്തിരുന്നത് ഇയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ഷെയ്ക്ക്, ക്ഷീണിതനായിരുന്നു. ക്ഷീണിതനാണല്ലോ, എന്തോ അസുഖം ബാധിച്ചു, ദുർബലനാണല്ലോ, അസുഖം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് ശരീരത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അപ്പോൾ ജൂൺ 4 മുതൽ പൊതു ഈ പ്രസംഗങ്ങളോ അങ്ങനെ ഒരു സ്ഥലത്തും ഷിയെ കാണുന്നില്ല. സാധാരണ ഒരു ദിവസം 2 3 അങ്ങേർക്കൊക്കെ ഈ പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം അവിടുത്തെ സ്കൂൾ സിലബസിൽ മുഴുവൻ ഷിയുടെ പ്രസംഗങ്ങളും ഒക്കെയാണ് ഈ പാഠ്യപദ്ധതിയിൽ. പാർട്ടി കോൺഗ്രസിൽ അങ്ങനെ ദർശനം മാവോയ്ക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടൊക്കെ അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തൊക്കെ പോലെ തന്നെ. അപ്പോൾ ഈ 4-ാം തീയതി ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കാഷെങ്കോയെ കണ്ടു. അപ്പോൾ മറ്റേ ബെലാറസിലെ മാധ്യമങ്ങൾ ഇയാൾക്ക് ക്ഷീണമാണല്ലോ എന്നൊക്കെ പറയുകയുണ്ടായി. പട്ടാളത്തിനെ ഉടച്ചു വാർക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവരാനായിരിക്കും, പട്ടാളം കയ്യിൽ വേണമല്ലോ. മുതിർന്ന ജനറൽമാർ, ഉദ്യോഗസ്ഥന്മാർ എന്നിവരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. ബ്രിക്സിൽ പോകാത്തത് ഷെഡ്യൂളിംഗ് കോൺഫ്ലിക്റ്റ് എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ പറഞ്ഞത്. ഏത് പുള്ളിക്ക് വേറെ പരിപാടികൾ. അതെങ്ങനെയത് പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടി ഡയറിയിൽ എഴുതാതിരിക്കുമോ? അല്ലേ? അതാണല്ലോ ആദ്യം പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കൾ വരുന്ന സംഗതിയല്ലേ. അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റില്ല. സാധാരണ സഖാക്കൾ പറയുന്ന ഒരു കള്ളം എന്നുള്ളതൊക്കെ എടുത്താൽ മതി. അപ്പോൾ മാത്രമല്ല, ഈ ബ്രിക്സ് തുടങ്ങിയിരിക്കുന്നത് തന്നെ അമേരിക്കയെ കൗണ്ടർ ബാലൻസ് ചെയ്യാനാണല്ലോ. അമേരിക്കക്കെതിരായ ബദൽ ശക്തി, ബദൽ ചേരി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ പോകാതിരിക്കുന്നതൊക്കെ അവിശ്വസനീയമാണ് ഈ പറയുന്നത് ഷെഡ്യൂളിംഗ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്രിക്സിനെ ഈ താങ്ങി നടക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഷീ വേണ്ടതായിരുന്നു. അതിനപലപിക്കുന്ന പ്രമേയമൊക്കെ പാസ്സാക്കേണ്ടതല്ലേ. അപ്പോൾ എന്നിട്ടും വന്നില്ല. അപ്പോൾ ഈ വർഷം 3-ാമത്തെ തവണയാണ് ഇങ്ങനെ ഷീയെ കാണാതെ വരുന്നത്. ഈ 3 തവണയും പട്ടാളത്തിൻ്റെ ശുദ്ധീകരണം നടക്കുന്ന കാലമായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഹൂ ജിൻഡാവോയുടെ വലം കൈ ജനറൽ ഷാൻ യൂക്സിയ, പിന്നെ ടെക്നോക്രാറ്റ് വാങ് യാങ്, ഇവർക്കൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയിൽ സ്വാധീനം എന്നാണ്. അപ്പോൾ ഹൂവിൻ്റെ വലം കൈ പട്ടാളത്തിലുള്ള ഒരു മേധാവിയാണല്ലോ ജനറൽ ഷാൻ യൂക്സിയ. അതാണ് പട്ടാളത്തിൽ അപ്പോൾ ശുദ്ധീകരിക്കണം എന്ന് ഷെയ്ക്കുണ്ട്. സാറേ, പക്ഷേ ഈ 2012 ഇയാൾ അധികാരത്തിലെത്തുന്നത്. അതിനുശേഷം ഇയാൾ ഈ പറയുന്ന ഭരണഘടന 2017 ആയപ്പോൾ ഒന്ന് മാറ്റിയല്ലോ. അതായത് ഇയാളൊരു ആജീവനാന്ത പ്രസിഡന്റ് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള മാറ്റുമ്പോൾ സൈന്യത്തിൽ, പാർട്ടിയിൽ, അധികാരത്തിലെല്ലാം തന്നെ സർവ്വശക്തനാണ്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ മാറണമെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും ഒരാൾ ശക്തനായി വരുന്നു എന്നാണ്. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഈ ഇദ്ദേഹത്തിന് മാറണമെന്ന് തോന്നുന്നു മറ്റോ അങ്ങനെ എന്തോ പറഞ്ഞു. സാധാരണ ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നില്ല, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. നിർബന്ധിച്ച് ആണെങ്കിൽ ചിലപ്പോൾ തന്നെത്താനെ മാറണം തോന്നുമായിരിക്കും. നരേന്ദ്രമോദിക്കൊക്കെ മാറണം തോന്നുമായിരിക്കും. ഇനി ആരെങ്കിലും വരട്ടെ, ഇത് അവസാനം വരെ പിടിച്ചിരിക്കും. പിന്നെ കാരണം പാർട്ടി കോൺഗ്രസിൽ ഭരണഘടനാ ഭേദഗതി, പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്തില്ലേ, ഇയാൾ ആയുഷ്കാല പ്രസിഡന്റാന്നും പറഞ്ഞിട്ട്. അതിനെ പേടിച്ചിട്ടാണല്ലോ. ഏത് ഏകാധിപതിക്കും പേടിയുണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ധരിക്കണ്ട. നിവൃത്തികേട് കൊണ്ട് മാറിയാലും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ അതാണല്ലോ ഹൂ ജിൻഡാവോയുടെ ചേരിക്ക് അധികാരം വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2013 അധികാരത്തിൽ വന്നു. പീപ്പിൾസ് ഡെയിലിയിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്നത് ജൂലൈ 24-ാം തീയതി വന്നു. പീപ്പിൾസ് ഡെയിലി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പിന്നെ പത്രത്തിൽ 22 ദിവസവും ഷീയായി ബന്ധപ്പെട്ട വാർത്തകളില്ല. ജൂൺ 2-ാം തീയതി മുതൽ ഈ 2-3 ചടങ്ങല്ലാതെ ജൂൺ 2 മുതൽ പിന്നെ ഒന്നും വന്നിട്ടില്ല. ഈ ഘട്ടത്തിൽ ലീ ക്വിയാങ് പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി ഹി ലീ ഫെങ്, ഇവരൊക്കെയാണ് പല കാര്യങ്ങളുമൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നത്. ഷീ അല്ല. അപ്പോൾ ഈ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും തന്നെ ചേരി മാറിയിട്ടുണ്ടോയെന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ബെലാറസ് പ്രസിഡന്റിനെ കണ്ടപ്പോൾ വളരെ
ദുർബലനായിരുന്നു. സെക്യൂരിറ്റി സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അത്രയും അംഗരക്ഷകരുണ്ടായിരുന്നില്ല. അപ്പോൾ അതാരെങ്കിലും പിൻവലിച്ചിട്ടായിരിക്കണമല്ലോ, ഉണ്ടായിരുന്നില്ല. പിന്നെ ബെലാറസിൻ്റെ മീഡിയ പറഞ്ഞു ടയേർഡ്, ഡിസ്ട്രാക്റ്റഡ്, അൺവെൽ എന്ന് പറഞ്ഞു. ശ്രദ്ധയില്ലായിരുന്നു, ക്ഷീണമായിരുന്നു, രോഗമായിരുന്നു എന്ന് അവരും എഴുതിയിരുന്നു. അപ്പോൾ ടെലിവിഷനിൽ ഒരു ദിവസം ഈ ഷിയുടെ സാധാരണ പദവികളൊക്കെ ഉണ്ടല്ലോ, പരമോന്നത നേതാവ് എന്നൊക്കെ പറയുന്നത്, പ്രസിഡന്റ്, ടെലിവിഷനിൽ ഒരു ദിവസം ഈ പദവികളുടെ ഒന്നും പേര് പറഞ്ഞില്ല. പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും. ചൈനയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആഗോള ശ്രദ്ധ വരുമല്ലോ. പക്ഷെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ അവർ വിചാരിക്കാത്ത ഒരു കാര്യം പുറലോകം അറിയുമോ ഇനിയും? അതൊക്കെ അറിയുമല്ലോ. ഈ കാലത്ത് ഡിജിറ്റലൊക്കെ ആയില്ലേ ലോകം. പണ്ടത്തെ പോലെയാണെങ്കിൽ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് AK സെന്ററിൽ അറിയില്ല എന്നൊക്കെ. അതിപ്പോൾ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് എല്ലാ കാര്യവും ഇല്ലേ അവിടെ തീരുമാനിച്ച് സഹാക്കൾ അറിയുന്നതിന് മുമ്പ് തന്നെ വരില്ലേ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പദവി കൊടുക്കാതിരുന്നത് പിന്നീട് ടെലിവിഷൻ തിരുത്തി. പിന്നെ പദവിയൊക്കെ പറയാൻ തുടങ്ങി കുറച്ചു നേരം. ചിലപ്പോൾ അവിടെ അതിൻ്റെ നോക്കുന്ന ആൾ ഹൂജിൻഡാവോയുടെ ചേരിയായിരിക്കും, വിഭാഗീയതയായിരിക്കും. അയാളെ ചിലപ്പോൾ ബ്രാഞ്ചിലേക്ക് താഴ്ത്തിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ 2023 മുതൽ ഈ പിന്നെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായ ജനറൽ ഹേ വിദോങ്, പിന്നെ ചീഫ് ഓഫ് പൊളിറ്റിക്കൽ വർക്ക് ജനറൽ മിയാവോ ഹുവ, പിന്നെ ഈസ്റ്റേൺ കമാൻഡ് ചീഫ് ജനറൽ ലിൻ സിയാങ്യാങ് തുടങ്ങിയ ആളുകളെ ഇപ്പോൾ റിമൂവ് ചെയ്തു ഈ ചുമതലകളിൽ നിന്ന്. പാർട്ടി പ്രധാനപ്പെട്ട പട്ടാള മേധാവികളിലേക്ക് നീക്കി. പിന്നെ എലൈറ്റ് റോക്കറ്റ് ഫോഴ്സ് അതിൻ്റെ മേധാവി, വെസ്റ്റേൺ കമാൻഡിൻ്റെ മേധാവി, പിന്നെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ മേധാവി, ഇവരെയൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഹൂജിൻഡാവോയ്ക്ക് 82 വയസ്സുണ്ട്. 2003 മുതൽ 2013 വരെയായിരുന്നു ഹൂജിൻഡാവോ പ്രസിഡന്റ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഷീക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന് ഉത്തരം കിട്ടുമായിരിക്കും. ഒന്നുകിൽ ഷീയെ മാറ്റി നിർത്താം, അതല്ലെങ്കിൽ ഷീ ഇന്റേണലായിട്ട് ആഭ്യന്തരമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് സ്വയം മാറി നിൽക്കുന്നതായിരിക്കാം. അങ്ങനെ സംഭവിച്ചുകൂടെ? അതായത് 1962 ഇന്ത്യയായിട്ട് യുദ്ധം നടന്നില്ലേ, അത് അന്ന് മറ്റേ ചൈന ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ മറ്റേ അരുണാചൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ അടക്കിയിട്ടുള്ള സ്ഥലമാണ്, അത് ഞങ്ങൾക്ക് വേണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിലും അടുത്ത കാലങ്ങളിലൊക്കെ കൂടുതൽ തെളിവ് വരുന്നുണ്ട്. കാരണം മാവോയ്ക്കെതിരെ അന്ന് പട്ടാളത്തിനെ നയിക്കുന്ന സഖാവിൻ്റെ നേതൃത്വത്തിൽ വിഭാഗീയത ഗംഭീരമായിരുന്നു. അപ്പോൾ ഇന്ത്യയായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ശ്രദ്ധ അല്ലേ, ലോകം അതിലേ ശ്രദ്ധിക്കുള്ളൂ, ഈ പാർട്ടിയുടെ അകത്ത് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഷീയുടെ മുമ്പിലും അങ്ങനൊരു വഴി കിടപ്പുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.